ഗൈസ്, മിക്കോസ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ത് വീഡിയോ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തോട്ടൊന്ന് നോക്കിയപ്പോഴാ മനസ്സിൽ ലഡ്ഡു പൊട്ടിയത്. മുറ്റത്ത് അത് അനാഥമായി കിടക്കുന്നു. നശിച്ച നാരായണക്കല്ല് തോണ്ടിയ ഞങ്ങളുടെ പഴയ വീട്. അയ്യേ, ആ ലാസ്റ്റ് എന്ത് വരുന്നു? അതെ, ഞാൻ അട്ടഹസിച്ചതാ. എന്തുമായാലും വളരെ മോശമായി പോയത്. എന്നല്ലായിരുന്നോ വേണ്ടത്? ഇതല്ലേ അട്ടഹാസം എന്ന് പറയുന്നത്? ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഗൈസ്, നോക്കൂ ഗൈസ്, ഞങ്ങൾ കളിച്ചു വരുന്ന ഞങ്ങളുടെ പഴയ വീടിന്റെ ഒരു അവസ്ഥ കണ്ടോ? ഇതെങ്ങനെ സഹിക്കും? അതെന്താ സഹിക്കാൻ പറ്റാത്തത്? ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? എന്താ വീട് വൃത്തിയാക്കിയിടാഞ്ഞത്? അയ്യോ, ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞാണേ. എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലേ അമ്മച്ചി? വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു നിമിഷം അമ്മച്ചിത്. അതുകൊണ്ട് വല്ലാതെ വിശക്കുന്ന പെങ്കുമ്മക്ക് അടുത്ത് പോയി എന്തെങ്കിലും എടുത്തോണ്ട് തരുമോ? ആ ക്യാമറ ഒന്ന് ഓഫാക്കി വെച്ചിട്ട്. അമ്മച്ചി, സങ്കടം വരുമ്പം പെങ്കുവിന് വിശപ്പുള്ളതാണ് അമ്മച്ചി, കരഞ്ഞൂടായോ? തള്ളേ, നിങ്ങളോട് മലയാളം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലയോ? ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് എനിക്ക് വിശക്കുന്നെന്ന്. നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. മക്കൾ വിശന്ന നല്ല ഒരു നേരത്തെ ഭക്ഷണം നേരത്തെ കൊടുക്കരുത് കേട്ടോ. 24 മണിക്കൂറും ക്യാമറയും ഒക്കെ പിടിച്ചോണ്ട് നടന്നോളൂ. എന്നിട്ട് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ വല്ലെന്താ സമയത്തിനും കാലത്തിനും. ഇനി ഭക്ഷണം കഴിക്കാതെ പിങ്കു അഭിനയിക്കില്ല, പിങ്കു ഡയലോഗും പറയില്ല. അയ്യോ, സമാധാനമായി. അല്ലെങ്കിൽ തന്നെ ആര് നിന്നെ വിളിച്ചേ? വലുതേറി വന്നല്ലയോ? അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പഴയ കൊട്ടാരത്തിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ പിങ്കു പിണങ്ങി പോയോണ്ട് ഇക്ക് സമാധാനം കിട്ടും നമുക്ക്. കണ്ടോ ഗൈസ്, ഇതിപ്പോ ഒരു ആക്രി സ്റ്റോർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തൊരു ആക്രിയും കാണത്തില്ല. എല്ലാം ഒരു യോഗം. കൊട്ടാരത്തിൽ നിന്നും കുടിലിലേക്ക് താമസിക്കാനായിരുന്നു വിധി. എനിക്ക് പക്ഷേ ഇന്നത്തെ വീടിനെക്കാട്ടിലും ആ വീടായിരുന്നു ഇഷ്ടം. അല്ലേലും നായ്ക്ക് നല്ലത് ചേരില്ലല്ലോ. അയ്യേ, നിനക്ക് നാണമില്ലല്ലോ പിങ്കു. പെണ്ണുങ്ങളെ വാക്ക് പറഞ്ഞ വാക്കയക്കണം. അതിന് ഞാന് അമ്മച്ചിയുടെ അടുത്ത് മിണ്ടത്തില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞാൻ അഭിനയിക്കത്തില്ലെന്നും ഡയലോഗ് പറയത്തില്ലെന്നും ഞാനിത് ക്യാമറയിൽ നോക്കി അല്ലല്ലോ പറഞ്ഞത്. അതിന് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്തേലും ആവട്ടെ. അപ്പൊ ഗൈസ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്താണ് വെച്ചാല് എന്താ ഇപ്പൊ പറയാ? എന്റെ പൊന്നു പിങ്കു അതൊക്കെ തുരുമ്പടിച്ച് ദ്രവിച്ചിരിക്കുക. ദേഹത്തെങ്ങാനം കൊണ്ട് സെപ്റ്റിക് ആവേ, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, ഇഞ്ചക്ഷനൊക്കെ പിങ്കുവിന് ഇഷ്ടമാണ്. അയ്യോ, ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള സാധനമൊന്നും അല്ല, ഇഷ്ടപ്പെടാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ പഴയ കൊട്ടാരം കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, പിന്നെ കമന്റ് ചെയ്തേക്ക്. അങ്ങനെ ആ സങ്കടം അങ്ങ് തീർത്തേക്ക്.